ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സാനിക എഴുതിയിരിക്കുന്നതിൻ്റെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സാനിക, യഥാർത്ഥ പേരല്ല. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏക മകളാണ്. എന്നെ വളരെയധികം കൊഞ്ചിച്ചും ലാളിച്ചുമൊക്കെയാണ് വളർത്തിയത്. പിന്നെ എൻ്റെ ഡാഡിയോട് എനിക്ക് വല്ലാത്ത അറ്റാച്ച്മെൻ്റാണ്. പുള്ളി പറയുന്നത് പോലെയാണ് ഞാൻ എല്ലാം കേൾക്കുന്നത്. പുള്ളിക്കാരൻ കാണിച്ചു തന്ന ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. എല്ലാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായിരുന്നു. എന്നെ ചെറുപ്പം മുതലേ എല്ലാ കാര്യങ്ങൾക്കും ഗൈഡ് ചെയ്യുന്നത് എൻ്റെ ഡാഡിയാണ്. കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഡാഡി 24 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇപ്പോഴേ കല്യാണം കഴിക്കണ്ട. അപ്പോൾ ഡാഡി എന്നോട് പറഞ്ഞത്, എടി ഇപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. 2-3 വർഷം കഴിഞ്ഞ് മതി കുട്ടികൾ. അതുവരെ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് നടക്കാം. പ്രായം കൂടുന്തോറും പിന്നീട് കുട്ടികളുണ്ടാവാനുള്ള ചാൻസൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് എത്രയും നേരത്തെ മോള് കല്യാണം കഴിക്കുക, എന്നിട്ട് കുറച്ച് നാൾ അടിച്ചു പൊളിച്ച് നിൽക്കുക. അത് കഴിഞ്ഞ് ഒരു കുട്ടി, പിന്നെ 2 വർഷം കഴിഞ്ഞ് വേറൊരു കുട്ടി, അങ്ങനെ പ്ലാൻ ചെയ്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞു. ഡാഡി, എടി ഞാൻ പറഞ്ഞത് നീ കേൾക്ക്. ഏതെങ്കിലും ഒരു ചെറുക്കനെ കൊണ്ട് നിന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കില്ല. നല്ല സുന്ദരൻ, നിനക്ക് ഇഷ്ടപ്പെടുന്നൊരു ചെക്കനെ മാത്രമേ ഞാൻ സെലക്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡാഡി 3-4 ഫോട്ടോ എന്നെ കാണിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതിലൊക്കെ ഡാഡി ഭയങ്കര മിടുക്കനാണ്. എനിക്ക് പറ്റിയ ആളെ തന്നെ കണ്ടുപിടിച്ചു. പക്ഷേ ഒരു കരാറുണ്ടായിരുന്നു. കാരണം ഇനി ചെക്കൻ്റെ ജോലി വിദേശത്താണെങ്കിലും അല്ലെങ്കിലും എവിടെയാണെങ്കിലും ദൂരെയൊന്നും പോയി താമസിക്കാൻ പറ്റില്ല. കാര്യം ആഴ്ചയിലൊരിക്കലെങ്കിലും ഡാഡിക്ക് എന്നെ കാണണം. അപ്പം അമ്മ പറയും, ഓ ഇതുപോലൊരു ഡാഡി മോളും ലോകത്തിൽ വേറെ ആർക്കും മക്കളില്ല. പെണ്ണിനെ മടിയിൽ കയറ്റിരുന്ന് കൊഞ്ചിച്ച് അങ്ങ് വല്ലാതാക്കിയിരിക്കുകയാണ്. വല്ലവന് കെട്ടിച്ച് കഴിയുമ്പോഴേക്കും അവൻ്റെ ഇഷ്ടത്തിനല്ലേ പെണ്ണ് നടക്കേണ്ടത്, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞ് 2 പേരും കൂടെ വഴക്കുണ്ടാകും. അപ്പോൾ ഡാഡി പറയും, നീ നിൻ്റെ കാര്യം നോക്ക്, ഞങ്ങൾ 2 പേരും കൂടി എല്ലാം തീരുമാനിച്ചോളാമെന്ന്. അപ്പോൾ അമ്മ എന്നോട് പറയും, എടി ഇത്രയും ഡിപ്പെൻഡൻ്റ് ആകരുത് അച്ഛനും അമ്മയുമായിട്ടും. നിനക്ക് വേറൊരു ജീവിതമുള്ളതാണ്. ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോഴേക്കും അവരുടെ വീട്ടിലെ സിറ്റുവേഷൻ അനുസരിച്ച് ജീവിക്കേണ്ടതാണ്. നീ കിടന്ന് ഇങ്ങേരി തുള്ളുന്ന പോലെ തുള്ളരുത് കൂടെ എന്ന് പറയും. ഞാനിപ്പോൾ പറയും, ഡാഡി. അപ്പോഴേക്ക് ഡാഡി എനിക്ക് സപ്പോർട്ട് വരും. സത്യം പറഞ്ഞാൽ ഡാഡിയാണ് ചെറുപ്പം മുതലേ എന്നെ പൊത്തി വളർത്തുന്നത്. ഡാഡി രാവിലെ എന്നെ സ്കൂളിൽ കൊണ്ടുവിടും, വൈകുന്നേരം വിളിക്കാനും വരും, ഇല്ലെങ്കിൽ വേറെ അറേഞ്ച്മെൻറ്റും ചെയ്യും. ഡാഡിയുടെ കൂടെ എവിടെ വേണമെങ്കിലും കറങ്ങാൻ പോകാം. അതുകൊണ്ട് എനിക്ക് കുറേയധികം ഫ്രണ്ട്സ് ഒന്നുമില്ല, പ്രേമം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും തോന്നിയാൽ തന്നെ ഞാൻ ഡാഡിയോട് അങ്ങ് പറയും, ആ ചെക്കൻ എന്നെ നോക്കി, അവൻ എന്നെ അങ്ങനെയാക്കി, നമ്പർ ചോദിച്ചു എന്നൊക്കെ. അപ്പോൾ ഡാഡി പറയും, ഓ നീ എൻ്റെ ഫോട്ടോ ഒന്ന് കാണിരുന്നു. ഞാൻ കാണിക്കുമോ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്ത് കഴിയുമ്പോഴേക്കും ഡാഡി പറയും, വേണ്ട, ഇവരൊന്നും കൊള്ളില്ല, കാണാൻ കൊള്ളാവുന്നൊരുത്തിനല്ലേ നീ പ്രേമിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഡാഡി അങ്ങ് തട്ടിക്കളയും. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല മാഡം. പിന്നെ കൂട്ടുകാരികളൊക്കെ പറയുന്ന കാര്യങ്ങളും നമ്മൾ നെറ്റിൽ നിന്നൊക്കെ കാണുന്ന കാര്യങ്ങളും അതൊക്കെ സ്വാഭാവികമാണല്ലോ, എല്ലാം അറിയാം. എന്നാലോ അതിൻ്റെ ഒന്നും ABCD പോലും അനുഭവിച്ചറിഞ്ഞിട്ടില്ല. കല്യാണം എന്ന് കേൾക്കുമ്പോൾ എനിക്കിത്തിരി ഭയമുണ്ടായിരുന്നു. പക്ഷേ ഭർത്താവാകാൻ പോകുന്ന ആളെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തിനും എന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കല്യാണം നടന്നത്. അദ്ദേഹം ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ്, പക്ഷേ കേരളത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന് സ്ഥലമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നെ എങ്ങും കൊണ്ടുപോകില്ല, ഇവിടെ തന്നെ നിർത്തും, എൻ്റെ വീട്ടിൽ നിർത്തുന്നുള്ള കരാറിലാണ് കല്യാണം നടത്തിയത്. എന്തായാലും കല്യാണം കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞപ്പോഴില്ലേ മാഡം വരുന്നു അദ്ദേഹത്തിന് ട്രാൻസ്ഫറും പ്രൊമോഷനും ഒക്കെ. നല്ല സാലറി കിട്ടും, അതുകൊണ്ട് ആർക്കും പ്രശ്നമൊന്നുമില്ല, സന്തോഷം തന്നെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, പുള്ളി പോയേ പറ്റൂ. പുള്ളിക്കാരൻ 2 മാസം കൂടുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് കൂടുതൽ സമയം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം തൊട്ടടുത്ത് നാത്തൂൻ താമസിക്കുന്നുണ്ട്. അമ്മയും അച്ഛനെയും ഒക്കെ നാത്തൂൻ നോക്കിക്കോളും. പിന്നെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഹസ്ബൻഡ് നിൽക്കുന്നത്. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല മാഡം. എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ ദിവസം ഭർത്താവ് എന്നോട് അടുത്ത് പെരുമാറിയപ്പോൾ, ലാളനകൾ അനുഭവിച്ചപ്പോൾ, എന്നോട് സ്നേഹത്തോടു കൂടി അടുത്തടുത്ത് വന്നപ്പോൾ എനിക്ക് രസം തോന്നി, ഇഷ്ടം തോന്നി. പക്ഷേ വല്ലാത്ത പേടിയായിരുന്നു മാഡം. എൻ്റെ ദേഹം കിടുകിടാ വിറച്ചു. പക്ഷേ ആദ്യത്തെ ദിവസം അദ്ദേഹം എന്നെ വെറുതെ വിട്ടു. പിന്നീടുള്ള ദിവസങ്ങളിൽ വെറുതെ ഇരിക്കാൻ പുള്ളിക്ക് പറ്റുമോ? പുള്ളി കൂടുതൽ അതിർത്തികൾ ഭേദിച്ച് കടന്നു വന്നു. പക്ഷേ മാഡം, ഞാൻ യഥാർത്ഥത്തിൽ എല്ലാം അറിഞ്ഞു കണ്ടു വന്നപ്പോൾ ഞെട്ടിപ്പോയി. എനിക്ക് വയ്യ, ഇതൊന്നും ശരിക്കും ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല എന്നായിരുന്നു എൻ്റെ കണ്ടു കഴിഞ്ഞുള്ള ഭാവം. ഹസ്ബൻഡ് പറഞ്ഞു കുഴപ്പമില്ലെന്ന്. പക്ഷേ എനിക്ക് പേടിയായിരുന്നു.
ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കവാടമങ്ങ് അടച്ചു. ഞാൻ തുറക്കാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അദ്ദേഹം എന്നെ ഒത്തിരി സാന്ത്വനിപ്പിച്ചു, ഒത്തിരി ട്രൈ ചെയ്തു. പക്ഷേ എനിക്കാണെങ്കിൽ മുടിഞ്ഞ ഭയം. കാരണം എനിക്ക് കണ്ടിട്ട് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ ചെറിയ നീരസമൊക്കെ ഉണ്ടായി. മാസം അപ്പോൾ ഒന്നായി. എന്നിട്ടും കാര്യങ്ങളൊന്നും നേരാവണ്ണം നടക്കുന്നില്ല. ഹസ്ബൻഡിനോട് പറഞ്ഞു, നിനക്കെന്തോ കുഴപ്പമുണ്ട്, നമുക്ക് ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ വല്ലാതെ പേടിച്ച് വിഷമിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആശിച്ചിട്ടും ഒന്നും എനിക്ക് നടക്കാത്തതും എൻ്റെ മനസ്സ് ഭയപ്പെടുകയാണല്ലോ എന്നോർത്തു. ഞാൻ പിന്നീട് രണ്ടും കൽപ്പിച്ച് ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു. ഡാഡിയോട് ഈ കാര്യം പറയാം, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് പറയാം എന്ന് വിചാരിച്ച് ഞാൻ അച്ഛനാണെന്ന് നോക്കാതെ ഡാഡിയോട് വിളിച്ച് ഒരു ദിവസം വരാൻ പറഞ്ഞു. പിന്നീട് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് ഡാഡിയുമായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡാഡിയാണെങ്കിൽ വഴിയിൽ കാർ നിർത്തിയിട്ട് എൻ്റെ ചുമലിൽ തലോടി ആശ്വസിപ്പിച്ചു. നീ ഇത്ര മണ്ടിയായിപ്പോയല്ലോ, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ലേ, എല്ലാം പുതുമയാണ്, അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞു വരാൻ ഇത്തിരി പാടാണ്, ഒരു പരീക്ഷണം തന്നെയാണ്, പലതും നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കണം, പതുക്കെ പതുക്കെ മാത്രമേ എല്ലാം നമ്മളിലേക്ക് വന്നു ചേരൂ, അതിനെ ഇത്രയും വലിയ രീതിയിൽ ഭയക്കേണ്ട കാര്യമില്ല. കാരണം സ്നേഹപ്രകടനമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കണമെങ്കിൽ അവരുടെ ഇഴയെടുപ്പം വർദ്ധിക്കണമെങ്കിൽ ഇത് മസ്റ്റാണ്. ഇങ്ങനൊരു കാര്യത്തിൽ നല്ല പൊരുത്തമുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുമാത്രമല്ല, കുട്ടി വേണ്ടേ മോളെ, നീ ഇങ്ങനെ കവാടം കുട്ടിയടച്ചാൽ എങ്ങനെയാണ് നടക്കുന്നതെന്നും ഞാൻ പറഞ്ഞു. എനിക്ക് പേടിയാ, കണ്ടപ്പോഴേ പേടിയായെന്ന്. അപ്പോൾ ഡാഡി പൊട്ടിച്ചിരിച്ചു. ആഹാ, അത്രയ്ക്ക് വലിയൊരു വീരനാണോ അവന്? അതെനിക്കറിയില്ലല്ലോ. അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ആവറേജ് ആളാണെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഡാഡി കണ്ടു കഴിഞ്ഞാൽ ആവറേജ് ആണോ അല്ലെങ്കിൽ മീഡിയം ആണോ എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡാഡി പറഞ്ഞു, അതൊക്കെ പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു ഊഹമാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ഊഹം തെറ്റാം. കൊള്ളാലോ. എടി, സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. എന്ത് നീ ഇപ്പോൾ പറഞ്ഞ എന്താണ്? കാണുമ്പോൾ തന്നെ പേടിയാകുന്നു. പക്ഷേ എത്ര സ്ത്രീകൾ കൊതിക്കുന്നു, എത്ര സ്ത്രീകൾക്ക് കംപ്ലൈൻ്റ് ആണ് സ്വന്തം ഭർത്താവിന് കാര്യമായ കാര്യങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ്. ഇതിപ്പോൾ കൂടിപ്പോയപ്പോൾ നീ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? പോ ഡാഡി, എനിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഡാഡി പറഞ്ഞു, ദൈവമേ, ഇവളെപ്പോൾ ഒരു മണ്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നിൻ്റെ അമ്മ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ നിന്നെ ലാളിച്ച് വഷളാക്കി. പ്രായപൂർത്തിയായപ്പോൾ ഇത്തരം വിഷയങ്ങളെ പറ്റിയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യണമായിരുന്നു. എങ്കിൽ ഇത് വരില്ലായിരുന്നു. എൻ്റെ മോളല്ലേ, നല്ലവളായിട്ട് വളരട്ടെ, അനാവശ്യമായ ബന്ധമൊന്നും വേണ്ടെന്ന് വെച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. അതാണ് കുഴപ്പമായെന്ന്. ഡാഡി, നീ ഇങ്ങനെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഭർത്താക്കന്മാർ കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? അവർ നിന്നെ പൂജിച്ചുകൊണ്ടിരിക്കാനാണോ? അല്ല, അവർക്കും ആഗ്രഹങ്ങളില്ലേ, നിനക്കും ആഗ്രഹങ്ങൾ വേണ്ടേ? ഇടി, സത്യം പറഞ്ഞാൽ പുരുഷനേക്കാൾ വിവാഹ ജീവിതത്തിൽ രസം വഹിക്കേണ്ടവൾ സ്ത്രീയാണ്. സ്ത്രീക്കാണ് എല്ലാം കിട്ടുന്നത്. പുരുഷന് നിമിഷ നേരത്തെ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. അവർക്ക് ഏത് സമയത്തും എങ്ങനെയാണെന്ന് പറഞ്ഞാലും പരകോടിയിലെത്താൻ പറ്റും എന്ന് പറഞ്ഞ് എന്നെ കുറെ ഉപദേശിച്ചു. അത് കഴിഞ്ഞ ശേഷം ഡാഡിയുടെ ഒരു ഫ്രണ്ടുണ്ട്, ലേഡി ഡോക്ടറാണ്, പക്ഷേ ഗൈനക്കോളജിസ്റ്റ് ഒന്നുമല്ല. അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പുള്ളിക്കാരി ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും കൗൺസിലിങ്ങോ മറ്റോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ആദ്യം ഒരു കാര്യം ചെയ്യാം, 2 ജെല്ലുകൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന് നല്ലൊരു ജെല്ല്, അത് ഇതൊക്കെ ഈസിയാക്കും. പിന്നെ രണ്ടാമത്തേത് വേദന അറിയാതിരിക്കാനുള്ള ജെല്ലാണ്. ഇത് രണ്ടും കൂടെ തുല്യ അളവിലെടുത്തിട്ട് ഒന്ന് നോക്കൂ, ഒരു കുഴപ്പമില്ല, വേദനയൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കും ആശ്വാസമായി കുറച്ചൊക്കെ. അപ്പോൾ ഡാഡി പറഞ്ഞു, നമുക്ക് ആ മരുന്ന് വാങ്ങിക്കാം. അങ്ങനെ ഡാഡി വാങ്ങി തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എടി, നിൻ്റെ ഭർത്താവാണ്, നിനക്ക് അവൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിയാനുള്ളതാണ്. അവൻ്റെ ഇഷ്ടവും നിൻ്റെ ഇഷ്ടവും നടത്തണം. ഇത് രസകരമായ ഒരു യാത്രയാണ്. അതിനിടയ്ക്ക് നീ ഇങ്ങനെ മനസ്സിന് ബ്ലോക്ക് ഉണ്ടാക്കരുത്. ഇന്ന് അവൻ വരുമ്പോൾ നീ തുറന്ന് മനസ്സോടുകൂടി ഇരിക്കണം. കാര്യം ഒരിക്കലും കവാടം കൊട്ടി അടയ്ക്കരുതേ മോളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, തനി ഇതൊക്കെ കാണുമ്പോൾ പേടി വരുന്നതാണെന്നും. അപ്പോൾ ഡാഡി എന്നോട് പറഞ്ഞു, എടി, നീ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക, എത്രയോ പെണ്ണുങ്ങൾക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. പല പെണ്ണുങ്ങളും കച്ചിത്തുരുമ്പ് കണ്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. നിനക്ക് കിട്ടിയിരിക്കുന്നത് കാരിരുമ്പാണ്. അപ്പോൾ നീ സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം. എൻ്റെ ഭാഗ്യമാണിത്, എൻ്റെ ഭർത്താവ് മിടുക്കനാണ് എന്ന് കരുതണം. അങ്ങനെ 10 തവണ പറയുമ്പോൾ നിനക്ക് സ്വീകരിക്കാനുള്ള
മനസ്സ് വരും. വേദന ഉണ്ടാകുമോ എന്നല്ലേ നീ പേടിക്കുന്നത്? അത് ഇതോടുകൂടി തീർന്നു കിട്ടും. അപ്പോൾ ഇന്ന് അവൻ വരുമ്പോൾ നീ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. അവനെ വെറുപ്പിക്കരുത്. കാര്യം ഇത്രയും നല്ല സുന്ദരൻ, ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളൊരുത്തനെ പിന്നീട് കിട്ടില്ല. ഇത് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നീ രണ്ടാം കെട്ടുകാരിയാകും. പിന്നെ കിട്ടുന്നത് എൻ്റെ പ്രായത്തിലുള്ള വല്ലവനുമായിരിക്കും. എല്ലാ ഫ്യൂസും പോയവൻ എന്ന് പറഞ്ഞ് ഡാഡി എന്നെ കളിയാക്കി. ഞാൻ പറഞ്ഞു, പിന്നെ ഡാഡിയുടെ ഫ്യൂസ് ഒന്നും പോയിട്ടില്ലല്ലോ, ഡാഡി ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ ഇരിക്കല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡി പറഞ്ഞു, എന്നെപ്പോഴല്ല എല്ലാവരും ഓർത്തു എന്ന് പറഞ്ഞിട്ട് ഡാഡി സാന്ത്വനിപ്പിച്ച് വിട്ടു. പിന്നെ ഡാഡി സാന്ത്വനിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല കോൺഫിഡൻസ് വരുമല്ലോ. ഡാഡിയോട് പറഞ്ഞപ്പോൾ എൻ്റെ പ്രോബ്ലം സോൾവ് ആയി. അങ്ങനെ അന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ പോയി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനും സന്തോഷമായി. അന്ന് പിന്നെ ഞാൻ മനസ്സാ വാച കർമ്മണ അങ്ങ് തയ്യാറെടുത്തു. എങ്കിലും ഓക്കെ എന്ന് മാത്രമേ അന്ന് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ അതിൻ്റെ രസാവഹമായ ചില കാര്യങ്ങൾ അന്ന് ഞാൻ തിരിച്ചറിഞ്ഞല്ലോ. അതുകൊണ്ട് രണ്ടാമത്തെ ദിവസം ഞാൻ കുറച്ചുകൂടി ഓക്കെ ആയിരുന്നു. മൂന്നാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ് വെറുതെ വേണ്ടെന്ന് പറഞ്ഞത്. വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇത് ഇത്രയും താമസിക്കില്ലായിരുന്നു. പിന്നീട് പറയണ്ടല്ലോ മാഡം, ശരിക്കും മധുവിധി തുടങ്ങിയത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞിട്ടാണ് മാഡം. അതോടുകൂടി ഭർത്താവ് ഞാനും നല്ല ഇഷ്ടത്തിലേക്കും കൂടി ഞങ്ങൾ ശരിക്കും ഇണക്കുരുവികളായി. ഒരു ദിവസം ഡാഡിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ, പ്രോബ്ലംസൊക്കെ സോൾവ് ആയെന്ന്. ഞാൻ നാണത്തോടുകൂടി പറഞ്ഞു, ഇപ്പം ഒരു കുഴപ്പമില്ലെന്ന്, നന്നാവുന്നുണ്ടല്ലോ എല്ലാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഡാഡി പറഞ്ഞത് കറക്റ്റാണ്, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അകന്നിറഞ്ഞ സന്തോഷമാണെന്ന് പറഞ്ഞപ്പോൾ ഡാഡി പൊട്ടിച്ചിരിച്ചു. എന്തായാലും നിനക്കിപ്പോൾ എൻ്റെ ഗുഡൻസ് മനസ്സിലായല്ലോ, ഒന്നിനെ പേടിക്കരുത്, എല്ലാം ആവാഹിക്കാനുള്ളൊരു മനസ്സ് മോൾക്ക് വേണം മോളെ എന്ന് പറഞ്ഞ് ഡാഡി ആ ടോപ്പിക്കിന് ഒരു വിരാമം ഇട്ടു. അത് കഴിഞ്ഞത് പിന്നെ നോർമൽ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ ഹസ്ബൻഡും തമ്മിൽ നല്ല ബന്ധത്തിൽ കൂടുതൽ അലിഞ്ഞലിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ് മാഡം ട്രാൻസ്ഫർ വന്നത്. അദ്ദേഹം പോയപ്പം എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. വേറൊന്നുമല്ല, എനിക്കും ഇത് മിസ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, പോണ്ട, ലീവ് എടുക്കുന്ന. ഹസ്ബൻഡ് എന്നെ കണ്ടിട്ട് കാണിച്ചു, അങ്ങനെ പറ്റില്ല, നല്ല സാലറി കിട്ടുന്നതാണ്, നിനക്കും ഇവിടെ ഇരുന്നോരെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കും പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പോയല്ലേ പറ്റൂ മാഡം. പിന്നീട് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ പ്രതീക്ഷകളാണ്, ഇന്ന് കിട്ടും നാളെ കിട്ടും, അയ്യോ അങ്ങനെയല്ല, ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഞാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. പുള്ളി പകലെങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പുള്ളിയെ വഴക്ക് പറയും, എന്തിനാണ് നിങ്ങൾ പകൽ വന്നത്, രാത്രി വന്നായിരുന്നെങ്കിൽ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ നമുക്ക് അങ്ങ് മണിയറയിലേക്ക് പോകാമായിരുന്നു. ഇതിപ്പോൾ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പ്രതീക്ഷിച്ച് പിന്നീട് രാത്രിയാകും വരെ കാത്തിരിക്കേണ്ടതില്ലേ എന്ന് പറയും. പിന്നെ പുള്ളി പകലങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും, 10 മിനിറ്റ് ഒരാവാഹനമുണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തു പോയാലും മതി എന്ന് പറയും. എടി നീ എന്താ ഇങ്ങനെ, അച്ഛനും അമ്മയൊക്കെ അപ്പുറത്തോടെന്ന് പറയും. ഞാൻ പറയും, ഉണ്ടാവട്ടെ, ഒരു കുഴപ്പമില്ല, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, ഇങ്ങോട്ട് വാ മനുഷ്യ എന്ന് ഞാൻ പറയും. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും തടസ്സങ്ങൾ പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ എൻ്റെ ആവേശം ഒത്തിരി ഇഷ്ടമാണ്. കാര്യം ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷമാണ്. പിന്നീട് അദ്ദേഹം അതിനൊക്കെ സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ ഒരാളാണ്. ആദ്യമൊന്നും സമ്മതിക്കില്ല, പക്ഷേ ഞാനൊന്ന് വിരൽ നൊടിച്ചു കഴിഞ്ഞാൽ എല്ലാം സംഭവിപ്പിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞങ്ങളുടെ പൊരുത്തം ഞാൻ പറഞ്ഞല്ലോ. അപ്പം മാഡം ചോദിക്കും, എന്താ പിന്നെ പ്രശ്നമെന്ന്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുകയായിരുന്നു മാഡം. കഴിഞ്ഞ ഒരു 3-4 മാസത്തിന് മുമ്പാണ് ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഞങ്ങളുടെ കിച്ചൻ്റെ സൈഡിൽ ഒരു സ്റ്റോർ റൂമുണ്ട്, അതിനകത്ത് നല്ലൊരു ബാത്റൂമുണ്ട്. കാര്യം പണ്ട് ജോലിക്കാരുണ്ടായിരുന്നപ്പോൾ അവിടെ ആളുകൾ താമസിക്കുമായിരുന്നു, അവർക്ക് വേണ്ടിയുള്ള സെറ്റപ്പാണ്. പക്ഷേ ഇപ്പോൾ ഞാനും അമ്മയൊക്കെ അടുക്കളയിലുള്ള സമയത്ത് ഞങ്ങളാണ് ആ ബാത്റൂമിൽ പോകുന്നത്. ചിലപ്പോൾ അവിടെ കുളിക്കുകയും ചെയ്യും, അവിടെയും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഡാഡി ആ ഭാഗത്തേക്കെങ്ങും വരില്ല. ഞാനും അമ്മയും സ്വകാര്യമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണെന്ന് പറയാം. കാര്യം മറ്റ് ബാത്റൂമുകളിലൊക്കെ ഡാഡിയുടെ മറ്റ് സാധനങ്ങളൊക്കെ കാണുമല്ലോ. ഞങ്ങൾ 2 പെണ്ണുങ്ങളും കൂടെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഈ ബാത്റൂമാണ് ഇപ്പോൾ കുറേ നാളായിട്ട് കുറേ കൂടുതൽ ഉപയോഗിക്കുക. ഒരു ദിവസം ഞാനും അമ്മയും കൂടെ പുറത്ത് പോയിരുന്നു. പക്ഷേ അമ്മയാണെങ്കിൽ അതുവഴി പഞ്ചായത്തിലെ മറ്റു പോയി, ഞാനാണെങ്കിൽ തിരിച്ചിങ്ങ് വരികയും ചെയ്തു. കാര്യം ഞങ്ങൾ വീടിനടുത്തുള്ള ഒരു ചേട്ടനെ കണ്ടു. പുള്ളിയാണെങ്കിൽ എന്നെ കൊണ്ട് വീടിൻ്റെ അവിടെ വിടുകയും ചെയ്തു ബൈക്കിൽ. ഞാനാണെങ്കിൽ വീട്ടിൽ കയറി ഡാഡി അവിടെ ഉണ്ട്, കുറച്ച് ജ്യൂസൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ നന്നായിട്ടും മുട്ടുന്നു. എങ്കിൽ പിന്നെ ഓടി വന്ന് അടുക്കളയുടെ സൈഡിലൂടെ കയറിയിട്ട് ഈ ബാത്റൂമിൽ പോകാമെന്ന് വെച്ചിട്ട് ഞാൻ
പുറത്തൂടെയാണ് വന്നത് കേട്ടോ. എന്നിട്ട് അടുക്കള അവിടെ കയറി കഥ ജസ്റ്റ് ചേർത്തടച്ചിരിക്കുകയാണ്. അകത്തേക്ക് കയറി ഈ മുറിലേക്ക് കയറി ഞാൻ ബാത്റൂം തള്ളി തുറന്നു, ശരിക്കും ആവേശത്തോടു കൂടി. അതിനകത്തൊന്നും കുറ്റിയൊന്നും ഇട്ടിട്ടില്ല മാഡം. കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഡാഡി എന്താ അതിനകത്ത്? ഡാഡി റോക്കറ്റ് ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറാണോ എന്നുള്ള രീതിയിൽ ഡാഡി നിൽക്കുന്നു. പെട്ടെന്ന് ആ കാഴ്ചയും പ്രവൃത്തിയും കണ്ട് ഞാൻ ഞെട്ടിപ്പോയി മാഡം. ഡാഡിയും എന്നെ കണ്ട് ഞെട്ടി. ഞാനാണെങ്കിൽ അയ്യോ എന്ന് അലറി വിളിച്ചു. ഡാഡിയാണെങ്കിൽ അതിനെക്കാട്ടിൽ. ഞാൻ പെട്ടെന്ന് കതക് ചേർത്തടച്ചിട്ട് ഓടിങ്ങി വന്നു. എന്നിട്ട് ആദ്യം എനിക്ക് തോന്നിയ കാര്യങ്ങളൊന്നും ശരിയാക്കണ്ട, ഞാനാണെങ്കിൽ ഓടി എൻ്റെ ബെഡ്റൂമിലേക്ക് അങ്ങ് പോയി. അവിടുത്തെ ബാത്റൂമിൽ പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത്, ദൈവമേ, ഡാഡിക്ക് എന്തിൻ്റെ കേടാണ്? ഡാഡിക്ക് ഭാര്യയുണ്ട്, പിന്നെ ഡാഡിക്ക് ഡാഡിയുടെ മുറിയുണ്ട്. എന്നിട്ട് എന്തിനാണ് ഈ ഒരു കുളിമുറി വന്നിട്ട് ഇത് കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ സ്വയം? എനിക്കാണെങ്കിൽ എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഡാഡിയുടെ മൊത്തം ഞാനിനി എങ്ങനെ നോക്കി നിർത്തൂ? പിന്നെ ഞാൻ ഓർത്തു, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡാഡിയോട് തുറന്ന് പറഞ്ഞല്ലേ, ഇതിപ്പോൾ സ്വാഭാവികമായിട്ടൊരു കാര്യമായിട്ട് വിചാരിക്കാം. എങ്കിലും ഡാഡിക്ക് എന്തെങ്കിലും അസംതൃപ്തി കാണും. ഡാഡിയും അമ്മയും തമ്മിലുള്ള ബന്ധം ശരിയല്ലേ, നല്ലതല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്തു മാഡം. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ഡാഡി പെട്ടെന്ന് എൻ്റെ റൂമിലേക്ക് വന്നു. ഞാൻ ഡാഡി കണ്ടുപോയിക്കും അറിയാതെ അട്ടഹസിച്ചങ്ങ് ചിരിക്കാൻ തുടങ്ങി. ഞങ്ങൾ നമ്മളെ സാധനം കൊണ്ട്. ഡാഡിയാണെങ്കിൽ ചമ്മി നിന്നു. എടി, ഞാൻ ഒരു സോറി പറയാൻ വന്നാണ്, അപ്പോൾ നീ കളിയാക്കുന്നു എന്ന്. അതിന് ഡാഡി എന്തിനാ സോറി പറഞ്ഞത്? ഡാഡിയുടെ വീട്, ഡാഡി കിട്ടിയ ബാത്റൂം, അതിൽ നിന്ന് ഡാഡി എന്തൊക്കെയോ കാണിക്കുന്നു, അതിന് എന്നോട് എന്തിനാ സോറി പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഡാഡി പറഞ്ഞു, എടി അറിയാതെ പറ്റിപ്പോയതാണ്, നിങ്ങളിപ്പോൾ വരുമെന്ന് അറിയില്ലായിരുന്നെന്ന്. ഞാൻ ചോദിച്ചു, ഡാഡി ശരിക്കും ഇങ്ങനെ എന്തിനാണ്? കാര്യം അമ്മയും ഡാഡിയും തമ്മിൽ നല്ല ടേംസ് അല്ലേ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും ഡാഡി എൻ്റെ അടുത്ത് വന്നിരുന്നു. എടി അതല്ല കേട്ടോ, പണ്ട് തൊട്ടേ എൻ്റെ ഒരു ശീലമാണിത്. ഇതിപ്പം പാർട്ട്ണർ ഉണ്ടെന്ന് വെച്ചിട്ടൊന്നും എനിക്ക് മാറില്ല. എനിക്ക് സ്വയം എൻജോയ് ചെയ്യുന്നതും ഒരു രസമാണ്. അതെനിക്ക് മനസ്സിലായി. പക്ഷേ എന്നാലും ഡാഡിയുടെ റൂമുണ്ട്, ഡാഡിക്ക് സ്വന്തമായ വേറെ ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഒന്നും ഇല്ലാതെ ഞങ്ങൾ രണ്ടുപേരും കുളിക്കുന്ന ബാത്റൂം വന്നിട്ട് ഡാഡി എന്തായി കാണിച്ച് എന്ന് ചോദിച്ചപ്പോൾ ഡാഡി പറഞ്ഞു, അത് പിന്നെ ഒരു വെറൈറ്റിക്ക് വന്നാണ്. എല്ലാം ഒരേ സമയത്ത് ഒരേപോലെ ആയി കഴിഞ്ഞാൽ എന്താ വെറൈറ്റി? ഓ, ഡാഡി ഇപ്പോൾ വെറൈറ്റി നോക്കിപ്പോയതാണ്, അത് ഞാൻ അറിഞ്ഞില്ല. ഇതിനു മുമ്പ് അങ്ങനെ വെറൈറ്റി ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ വട്ടം നിങ്ങളിവിടെ ഇല്ലാത്തപ്പോൾ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവൾ പഞ്ഞിക്കിടെന്ന് പറഞ്ഞു. അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. എടി പറയല്ലേ, അവൾക്കറിയില്ല കേട്ടോ എനിക്ക് ഒരു ശീലം ഉണ്ടെന്ന് എന്ന് പറഞ്ഞ് ഡാഡി ചിരിച്ചു. അല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും ഡാഡി എന്ത് ചെയ്യായിരുന്നു? ഞാൻ പറമ്പിൽ പണിക്കാരെ നോക്കാൻ പോയേക്കാം. എന്നിട്ട് അവരെ നോക്കിയില്ലേ? ഞാൻ അവരോട് നിൽക്കായിരുന്നു. പെട്ടെന്ന് തോന്നിയപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അലറി ചിരിച്ചു. ഡാഡിക്കത് ഇൻസൾട്ടായെന്ന് തോന്നുന്നു. എന്തിനാണ് നീ കിടന്നിങ്ങനെ അലറി ചിരിക്കുന്നതും? ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നിന്റെ ഭർത്താവും നീ ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ തന്നെയാ, അല്ലാതെ അവൻ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ ഡാഡിക്ക് അമ്മയോട് പറയാൻ പോലും പറ്റില്ലല്ലോ, അത്രയ്ക്ക് വലിയ സീക്രട്ട് അല്ലേ ഇത്. എന്നിട്ട് ഡാഡി പൂർത്തീകരിച്ചോ? എവിടെ? ഒന്ന് ചൂടായി വന്നപ്പോഴേ നീ വന്ന് ഐസ് കട്ടി വാരിയിട്ടില്ലേ, തണുത്തുപോയി എന്ന് ഡാഡി പറഞ്ഞു. ഞാനത് കേട്ട് പിന്നെയും ചിരിച്ചു. അപ്പോൾ നിൻ്റെ ഭർത്താവ് ഇങ്ങനെയാകുമ്പോൾ നിനക്ക് പ്രശ്നമൊന്നുമില്ല ചോദിച്ചു. എനിക്ക് പ്രശ്നമൊന്നുമില്ല, പുള്ളി പറയും. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാൺ ചെയ്യും, വേണ്ട ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒത്തിരി ഇഷ്ടത്തിലാണോന്ന്? പിന്നെ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. പണ്ട് എനിക്ക് എല്ലാം പ്രയാസമായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ചേട്ടനെ നിർബന്ധിക്കും, വേഗം വാന്ന് പറഞ്ഞു ഞാനങ്ങ് കാത്തിരിക്കുക. അപ്പോൾ നിനക്ക് അവനേക്കാൾ ആവശ്യം കൂടുതലാണോ എന്നാ ഇപ്പം ചേട്ടൻ പറഞ്ഞത്? നീ ഒത്തിരി വളർന്നു പോയില്ലോടി. ഞാൻ നിന്നോട് പറഞ്ഞ ഉപദേശങ്ങളെല്ലാം നീ ഉള്ളിലേക്ക് അങ്ങ് സ്വീകരിച്ചോ? അപ്പോൾ ഞാൻ ഡാഡിയുടെ ചുമലിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. പിന്നെ ഡാഡി പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ആ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ വല്ല കൗൺസിലിങ്ങിനോ ഡോക്ടറോ മറ്റോ കാണാൻ പോകേണ്ടി വന്നതിനെന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡിയും എന്നെ ചേർത്ത് പിടിച്ചു. ആ സമയത്ത് എന്താണെന്നറിയില്ലേ മാഡം, എനിക്കെന്തോ ഒരു മാറ്റം തോന്നി. ഞാനാണെങ്കിൽ ഒരു കൈ കൊണ്ട് ഡാഡിയുടെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ വെറുതെ ഇങ്ങനെ ഒന്ന് തൊട്ടതാണ്. അപ്പോൾ ആ ബട്ടൺസ് പെട്ടെന്നങ്ങ് അഴിഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നി. ഡാഡി അപ്പോൾ എന്നെ നോക്കി. എനിക്കും ഒന്നും മനസ്സിലായില്ല, ഡാഡിക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷേ ഡാഡി എന്തോ പെട്ടെന്ന് തന്നെ എന്നെ കുറച്ചുകൂടി ഒന്ന് ചേർത്ത് പിടിച്ചു. ആ സമയത്ത് ഡാഡിയുടെ നെഞ്ചിടിപ്പ് എനിക്ക് കേൾക്കാമായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് മാറാൻ ശ്രമിച്ചെങ്കിലും ഡാഡി എന്നെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാനാണോ മുൻകൈ എടുത്തത് അതോ ഡാഡിയാണോ എന്ന് എനിക്കറിയില്ല. ഒരു കമ്പിൽ പിടിച്ചാലും പുളിങ്കമ്പിൽ പിടിക്കണമെന്നല്ലേ? ഞാനും അങ്ങ് അത് തേടിപ്പോയെന്ന് തോന്നുന്നു. എന്തായാലും നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം
ഒരു പ്രത്യേക രീതിയിലേക്കായി. ഡാഡിയും ഞാനും പരിസരം മറന്നുപോയി. ആക്ച്വലി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകളിലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞാൻ കിട്ടാത്തത് തേടിപ്പോയത്. പക്ഷേ കണ്ടെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതും ഒരു വിലപ്പെട്ടത് തന്നെ. എൻ്റെ ഹസ്ബൻഡുമായി നന്നായി ഓർമ്മിക്കാം. അപ്പോൾ പിന്നെ അതും എനിക്ക് ഒത്തിരി ഒത്തിരി മനസ്സിലേക്കങ്ങ് ആവാഹിക്കാൻ പറ്റി. ഡാഡി പോയി പെട്ടെന്ന് കഥ കടച്ചു. അമ്മ വരുമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഡാഡി പറഞ്ഞു, ആ വരില്ല, അതുറപ്പാണ്, ഇപ്പോഴെങ്ങോളം വരില്ല എന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല മാഡം. പിന്നെ എന്തായാലും എനിക്കറിയില്ല, എൻ്റെ മനസ്സ് ആകെ മാറിപ്പോയിരുന്നു. ഡാഡിയുടെ മനസ്സും ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടായില്ല. നേരെ ഞങ്ങൾ കോലത്ത് പോയി നൃത്തബാലയിലേക്ക് അങ്ങ് കയറി. അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ തുള്ളാതിരിക്കാൻ പറ്റുമോ? ശരിക്കും അങ്ങ് ആടിത്തിമിർത്ത് മാഡം. കഴിഞ്ഞപ്പോഴും സത്യം പറയാം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു പൊരുത്തമുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവുമായിട്ട് ഞാൻ ഉപമിച്ചാൽ ഇത് ഉപമയും ഉൾപ്രേക്ഷയുമെല്ലാം ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരനുഭവമായിരുന്നു. ഡാഡി എന്നോട് ചോദിച്ചു, അവനാണോ ഞാനാണോ ബെറ്റർന്ന്. ഞാനിപ്പോൾ പറഞ്ഞു, രണ്ടുപേരും സമാസമം. അപ്പോൾ ഇനിയും നമ്മൾ മുന്നോട്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മുന്നോട്ടാണ്. പക്ഷേ ഇനി ഡാഡി വെറുതെ ഈ രാവിലെ കാണിച്ചതുപോലുള്ള കാര്യങ്ങൾക്ക് കടക്കരുത്. അപ്പോൾ ഡാഡി പറഞ്ഞു, അതെന്താ? അല്ല ഡാഡി, വേണ്ട വേണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഡാഡി പറഞ്ഞു, ശരി പ്രോമിസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഒരു കുറ്റബോധവുമില്ലാത്ത ഒരു ബന്ധമാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇന്ന് വരെ എനിക്കത് കുറ്റബോധം തോന്നിയിട്ടില്ല. പിന്നെ മാഡം ചോദിക്കും, എന്ത് മണ്ണാങ്കട്ടക്കാടി നീ മെയിൽ അയച്ചതെന്ന്. അതല്ല മാഡം, ഞാൻ വിചാരിച്ചത് എൻ്റെ ഡാഡിയെയും ഹസ്ബൻഡിനെയുമെല്ലാം ഓരോ തട്ടിലിരുത്തി അതിനിടയിൽ കൂടി എനിക്ക് സുഗമമായിട്ട് പോകാമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഹസ്ബൻഡിനോടുള്ള തീവ്രമായ സ്വഭാവവും മനോഭാവവും എനിക്ക് കുറഞ്ഞു വരികയാണ്. ഹസ്ബൻഡ് കഴിഞ്ഞവട്ടം വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, പഴയതുപോലെ നിനക്ക് ആവേശമൊന്നുമില്ലല്ലോ എന്താണെന്നൊക്കെ. പക്ഷേ എനിക്ക് പ്രശ്നമില്ലെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഭർത്താവിന് വ്യത്യസ്തമായി തോന്നിയത്. എൻ്റെ ഭാവവ്യത്യാസങ്ങൾ ഭർത്താവിന് മനസ്സിലാകുകയും ചെയ്തു. അത് കേട്ടപ്പോൾ എനിക്ക് ഒരു സംശയം, ദൈവമേ, ഇനിയിപ്പോൾ രണ്ടും വേണമെന്ന് ആഗ്രഹിച്ചെന്ന് പറഞ്ഞാലും ഭർത്താവിനോട് ചിലപ്പോൾ എനിക്ക് താല്പര്യം കുറഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന്. അതാണിപ്പോൾ എൻ്റെ തലവേദന. എനിക്ക് രണ്ടുപേരും വേണം. രണ്ടുപേരോടും ഒരേപോലെ തന്നെയുള്ള സ്നേഹബന്ധമായിട്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം. മാഡം, ഇത്തരം കുറവുകളൊക്കെ പരിഹരിച്ച് ഒരേപോലെ മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. ഒരേപോലെ എല്ലാവരോടും ആവേശം നിലനിർത്തുന്ന മനസ്സ് ചില ആളുകൾക്കുണ്ട്. പക്ഷേ അതിനെ നമുക്ക് സ്നേഹമെന്ന് പറയാൻ പറ്റില്ല. വെറും ആവേശം മാത്രമാണ്. എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ പാടില്ല. ആരെങ്കിലും ഒരാളെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. മറ്റൊരാളോട് വന്നു കഴിയുമ്പോഴേക്കും അത് ഷെയർ ചെയ്യെങ്കിലും ചിലപ്പോൾ ഷെയർ ചെയ്യുന്നതിൻ്റെ അളവ് ഇത്തിരി കൂടുതലോ കുറവൊക്കെ ആയിരിക്കും. 60%, 40% അങ്ങനെയൊക്കെ ആയിത്തീരും. കാര്യം സിറ്റുവേഷൻസ്, നമ്മുടെ മനസ്സിൽ അവർക്കുള്ള സ്ഥാനം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത ഒക്കെ കൂടി ചേർന്നിട്ടാണത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പുതുതായിട്ട് ഇങ്ങനെ അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ പുതിയ അനുഭവത്തോടായിരിക്കും കൂടുതൽ താല്പര്യം. അപ്പോൾ പഴയ അനുഭവങ്ങളെ അത്ര വലുതായിട്ട് കാണില്ല. എന്തായാലും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടും ഒരേപോലെ കൊണ്ടുപോകണം തോന്നിയെങ്കിലും ഭർത്താവിന് അങ്ങനെ തോന്നിയില്ല. ഭർത്താവ് പറഞ്ഞത് നിങ്ങളിപ്പോൾ ഇത്തിരി തീവ്രത കുറഞ്ഞാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ പോകെ പോകെ ഈ പറഞ്ഞതുപോലെ ഡാഡിയോട് കൂടുതൽ അടുക്കുകയും ഭർത്താവിനോട് താല്പര്യക്കുറവാണെങ്കിൽ അത് അങ്ങേർക്ക് മനസ്സിലായി. പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലോ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് തീരും. അപ്പോൾ ഒരിക്കലും യോജിച്ചൊരു ബന്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഈ അനുകൂലത്ത് ബന്ധം നിർത്താണ് നല്ലത്. ഇതിൻ്റെ ആവശ്യമില്ല. ഒരു അച്ഛനും ഒരു മകളും തമ്മിൽ ഇങ്ങനൊരു ബന്ധത്തിൻ്റെ ആവശ്യമില്ല. അച്ഛനും മകളുമായിട്ടിരുന്നാൽ മതി എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. പക്ഷേ അത് അത്ര പേര് കേൾക്കുമെന്നോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവരത് സമ്മതിച്ചു തരുമെന്നോ ഒന്നും അറിയില്ല. നിങ്ങളുടെ ഇഷ്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഭർത്താവിന് പ്രശ്നമുണ്ടാകരുത് അല്ലെങ്കിൽ അച്ഛനും പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ നിങ്ങൾ രണ്ടും ബോധപൂർവം ഒരേ തട്ടിലാക്കി ഒരേ രീതിയിൽ തന്നെ ചിന്തിച്ച് പ്രവർത്തിച്ച് ആരും അറിയാതെ ചുറ്റുപാടുകളൊക്കെ നിരീക്ഷിച്ച് ഒരേ രീതിയിൽ തന്നെ സ്നേഹിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. സ്വാഭാവികമായിട്ട് അതിന് കഴിയുന്നില്ലെങ്കിൽ എഫേർട്ട് എടുത്ത് അഭിനയിക്കുക. കള്ളത്തരമല്ലേ കാണിക്കുന്നത്. അപ്പോൾ അഭിനയിക്കുക. ഭർത്താവിനോട് കുറച്ചുകൂടി സ്നേഹമായിട്ടങ്ങ് പെരുമാറുകയും കുറച്ചുകൂടി പ്രകടനങ്ങൾ കാഴ്ചവെക്കുക. കളികൾ അങ്ങനെയാണല്ലോ. അങ്ങനെ ചെയ്ത് അതിനെ മറികടക്കാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഈ മെനക്കെട്ട ബന്ധം അവസാനിപ്പിക്കുക. അതിൻ്റെ ആവശ്യമില്ല. സ്വന്തം ഭർത്താവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. എന്തിനാണ് ഈ വീട്ടിലിങ്ങനെ ഡാഡിയെ നോക്കിയിരിക്കുന്നത്? അതിൻ്റെ കാര്യമില്ല. അമ്മ പറഞ്ഞതുപോലെ തന്നെ ഹസ്ബൻഡ് കൂടെ പോയി താമസിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആകും. അങ്ങനെ നല്ല വഴിക്ക് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം, കേൾക്കുന്നവരുടെ ഇഷ്ടം. എൻ്റെ അഭിപ്രായം ഇതാണ്.